നെതാൻസ് ആക്രമണത്തിന് പ്രത്യാക്രമണം എന്നുള്ള രീതിയിൽ ഡിമോണയിലും അതുപോലെ തന്നെ അരാദിലും ആക്രമണം നടത്തി എന്നുള്ളതാണ്. നിലനിൽപ്പിന് വേണ്ടി അവർക്ക് തിരിച്ചു ചെയ്തേ മതിയാവും. പല വട്ടങ്ങളിൽ അവർ പറഞ്ഞതാണ് ആക്രമണത്തിന് മുതിരണ്ട, ഞങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല. മുജിതബ ഖമേനി ഒരു അധികാരത്തിലേറിയതിനു ശേഷം ഇറാന്റെ നീക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ കടുപ്പിച്ചായിരുന്നു. അതെ, അമേരിക്കയ്ക്കും ഇസ്രയേലും ചിന്തിക്കാവുന്നതിനപ്പുറത്തേക്ക് ഓരോരോ മിസൈലുകൾ, ഈ പറയുന്നത് പോലെ തന്നെ ക്ലസ്റ്റർ ബോംബുകളൊക്കെ അവർ വികസിപ്പിച്ചെടുത്ത സാധനങ്ങളാണ്. അമേരിക്കയും ഇസ്രയേലും ഇപ്പൊ ഇറാന്റെ മുന്നിൽ തോൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 4 ആഴ്ചയായി യുദ്ധം തുടങ്ങിയിട്ട്. ഇപ്പൊ ഈ 4ാമത്തെ ആഴ്ച നിൽക്കുമ്പോൾ ട്രംപ് യുദ്ധം തുടങ്ങിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ യുദ്ധം കൊണ്ടുപോകുന്നെങ്കിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കും. പക്ഷെ ഈ 4 ആഴ്ച പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത് യുദ്ധം അവസാനിപ്പിച്ചു എന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. പക്ഷെ അത് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാനുള്ള ഒരു വഴിയാണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഈ യുദ്ധം എങ്ങനെയൊന്ന് അവസാനിപ്പിക്കും. ഇറാന്റെ കോബാഗ്നിയിൽ എരിയുന്ന ഇസ്രയേലിനെ അമേരിക്കനെയാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ അടുക്ക സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവസ്ഥയും വളരെ പരിതാപകരമാണെന്ന് പറയേണ്ടി വരും. അപ്പം ഈ യുദ്ധം ഇങ്ങനെ 4 ആഴ്ച പിന്നിടുമ്പോൾ ലോകം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഇസ്രയേലും ഈ പറയുന്ന അമേരിക്ക ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇറാന്റെ പ്രത്യാക്രമണം എന്ന് പറയുന്നത്. എന്തു തോന്നുന്നു ഈ ഒരു യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ? രേഷ്മ പറഞ്ഞതുപോലെ ലോകം ഒരിക്കലും ഈ ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള ഒരു ലോക ശക്തികളും വിചാരിച്ചിരുന്നില്ല ഇത്ര കഠിനമായ രീതിയിൽ ഇറാൻ ചേർത്ത് നിൽക്കുന്നുള്ളത്. അതിൽ ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആദ്യമേ തന്നെ പ്രശ്നങ്ങൾക്ക് തുടങ്ങുന്നതിന് മുൻപ് ഇറാനെ ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാനാണ് അമേരിക്ക ശ്രമിച്ചത്. പക്ഷേ ഈ ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാവരും ഓർത്തത് ഇറാൻ തളർന്നു പോകുമെന്നാണ്. പക്ഷെ പണ്ടൊരു ചൊല്ല് പറയുന്നത് പോലെ ഒരിക്കലും പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല എന്ന് പറയുന്നത് പോലെ ഇറാൻ ഒന്ന് പതുങ്ങിയത് ഒരിക്കലും ഒളിക്കാനായിരുന്നില്ല. അവർ സ്വന്തമായിട്ട് സെൽഫായിട്ട് ആർജിക്കായിരുന്നു. അവരുടെ ഒരു ശക്തി ആർജിക്കുന്ന ഒരു സമയമായിരുന്നു അത്. സ്വന്തമായിട്ട് എക്യുപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യുക, മറ്റു രാജ്യങ്ങളൊന്നും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ വികസിപ്പിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ആ ഒരു കഴിഞ്ഞുപോയി ഈ ഉപരോധങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യനെ, നമ്മൾ എപ്പോഴും പറയും ഒരാളെ വീറും വാശിയും ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്തും നേടുമെന്ന് പറയും. അതുപോലെ ഇറാനെ വാശി കയറ്റുമായിരുന്നു അമേരിക്ക. ആ വാശിയിൽ ഇറാൻ സ്വയം വളരുകയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ അവരുടെ വളർച്ച അവർ മാക്സിമം കൊണ്ടെത്തിച്ചു. അപ്പൊ അതിനുശേഷം അമേരിക്ക അടിക്കാൻ വന്നപ്പോൾ അവർ സജ്ജരാണ്. അവരുടെ എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടത് പലപ്പോഴും യുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തുന്നു, കൃത്യതയില്ലാതെ പല സ്ഥലങ്ങളിലും പോയി വീഴുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ പോകെ പോകെ ഇറാന് കൃത്യത വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു സംസാരത്തിൽ ഇതുപോലെ പറഞ്ഞിരുന്നു, ഇറാനും ഇങ്ങനെ ആക്രമിക്കുമ്പോൾ റഷ്യയുടെയും ചൈനയുടെയൊക്കെ ശക്തി അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി ഇറാന്റെ കൂടെ കൂടിയതിനു ശേഷം കൃത്യത വന്നു എന്നുള്ളത്. ആ ഘട്ടവും കടന്ന് അടുത്ത ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇറാന്റെ ആക്രമണങ്ങളെ നമുക്ക് 3 രീതിയിലേക്ക് തരംതിരിക്കാം എന്നാണ് പറയുന്നത്. ഒന്ന് സ്വാം ഡ്രോണുകൾ, മറ്റൊന്ന് ബലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, അടുത്തത് ക്ലസ്റ്റർ ബോംബുകൾ. അപ്പോൾ ഇതിൽ സ്വാം ഡ്രോണുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റഡാറിന് ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ആയുധം ഇത് വരുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള റഡാറിന്റെ ഒരു കഴിവുണ്ട്. അപ്പൊ ആ കഴിവിനെ ആദ്യം കളയുക എന്നുള്ളതാണ് ഇറാൻ ആദ്യം ചെയ്തത്. അതായത് ഒരേ സമയം 100 കണക്കിന് ഒരു കൃത്യതയില്ലാത്ത അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഡ്രോണുകളെ അയക്കുക ചെയ്തത്. ഈ ഫേക്ക് ആയിട്ടുള്ള ഡ്രോണുകളിൽ നിന്നും ഏതാണ് ആക്ച്വൽ ഡ്രോൺ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഇസ്രായേലിന്റെ സിസ്റ്റം ഹാങ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അതിനെയാണ് സ്വാം ഡ്രോണുകൾ എന്ന് പറഞ്ഞിരുന്നത്. 100 കണക്കിന് ഫേക്ക് ഡ്രോണുകൾ അയക്കും. അപ്പോൾ ആ സിസ്റ്റം ഹാങ് ആവുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് പോയി അറ്റാക്ക് ചെയ്തു. അതായിരുന്നു സ്വാം ഡ്രോണുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും വന്നു. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയിലാണ് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ സഞ്ചരിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നെതാൻസിലെ ആണവ നിലയങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ തിരിച്ച് അവർ പ്രതികരിച്ചത് നെതാൻസ് ആക്രമണത്തിന് പ്രത്യാക്രമണം എന്നുള്ള രീതിയിൽ ഡിമോണയിലും അതുപോലെ തന്നെ അരാദിലും ആക്രമണം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ആക്രമണം നടത്തിയത്. അതിനുശേഷം പിന്നെ ക്ലസ്റ്റർ ബോംബുകളുടെ കാര്യം വന്നു. ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാവരും ചോദിക്കും എന്താണ് ഈ ക്ലസ്റ്റർ ബോംബുകളുടെ പ്രത്യേകത എന്ന്. അത് ഇറാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തത് തന്നെയായിരുന്നു. അതും ഈ പറയുന്നത് പോലെ ഈ സ്വാം ഡ്രോണുകളെ പോലെ തന്നെയായിരുന്നു. അതായത് ആകാശത്ത് ചെല്ലുമ്പോൾ ഇത് സ്വന്തമായിട്ട് ചിതറുമ്പോൾ നമുക്കറിയാം ആകാശത്ത് നിന്ന് ചിതറിയാൽ അത് പല സ്ഥലങ്ങളിലേക്കായിരിക്കും ചിതറി വീഴുക അല്ലെ. ഈ ചിതറുന്ന സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ ബോംബുകളായിരുന്നു. അപ്പൊ ഈ ബോംബുകൾ പല സ്ഥലങ്ങളിൽ വന്ന് വീഴുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ബോംബ് ഇടുന്നതിനേക്കാൾ
അതിനേക്കാൾ ആഘാതമാണ് പല സ്ഥലങ്ങളിൽ ചിതറി ഈ ബോംബ് പൊട്ടുക എന്ന് പറയുന്നത്. അത് വീഴുന്ന ജനവാസ മേഖലകളിൽ ഉൾപ്പെടെയാണ്. ഒരിക്കലും ഇറാന് മറ്റു രാജ്യങ്ങളുടെ ജനങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഒരാഗ്രഹവും ഉണ്ടായിട്ടല്ല. പക്ഷെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് തിരിച്ചു ചെയ്തേ മതിയാവും. പല വട്ടങ്ങളിൽ അവർ പറഞ്ഞതാണ് ആക്രമണത്തിന് മുതിരണ്ട, ഞങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യരുത്. പക്ഷെ അവരെ പ്രകോപിപ്പിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ വാശി കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക ചെയ്തത്. അപ്പൊ അവർക്ക് അവര് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഇതും ദിവ്യ പറയുന്നത് പോലെ തന്നെ ഈ 3 ഡ്രോണ് അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കുറച്ചുകൂടി നിർണായകമായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് ഒന്ന് ഹോർമുസ് കടലിടുക്കം. ഹോർമുസ് കടലിടുക്കിന് മുന്നേ ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് എപ്പോഴായാലും യുദ്ധം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സമയത്ത് അധികം ആർക്കും ഒന്നും പറ്റാതെ വളരെ കൃത്യതയോടെ അതിൽ മനുഷ്യരാശിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലായിരുന്നു നീക്കങ്ങൾ. പക്ഷേ മുജിതബ ഖമേനി ഒരു അധികാരത്തിലേറിയതിനു ശേഷം ഇറാന്റെ നീക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ കടുപ്പിച്ചായിരുന്നു. അതെ, ഇനി എന്ത് വന്നാലും ഓക്കെ, ഇനി ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും, കാരണം അത്രയും നാളും ഇവരുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ പലരും ആ ഒരു ഘട്ടത്തിൽ നിന്നില്ല. അപ്പോൾ ഇറാൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇറാന്റെ സ്കൂളുകളിലെ കുട്ടികൾ കൊല്ലപ്പെട്ടതിന് ശേഷവും ഈ പറയുന്ന അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം വലിയ രീതിയിലുള്ള വേറെ സപ്പോർട്ടൊന്നും ഇറാന് തൽക്കാലം കിട്ടിയില്ല. പക്ഷെ ചില സഹായങ്ങള് ചില സഹായങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ ആയുധ സഹായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നേരിട്ട് ആരും അങ്ങനെ രംഗത്തെത്തിയില്ല. അപ്പം ഇറാന് ഒരു കാര്യം മനസ്സിലായി, ഇതിനി ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു രീതി ഇവർക്കറിയാം, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന ഒരു നിലപാടിലേക്ക് ഇറാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇറാന് ഈ പറയുന്ന ഡ്രോണുകളും അല്ലെങ്കിൽ ഈ ആധുനിക അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മാത്രമല്ലായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ്. അതാണ് ഇന്ന് ലോകം മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഈ ഹോർമുസ് കടലിടുക്ക് പാതയിലെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഈ മുജ്തബ ഖമേനി അധികാരത്തിലേറിയതിനു ശേഷം ഇറാന്റെ നിലപാടിനെക്കാട്ടി അല്ലെങ്കിൽ ഇറാൻ ഒരു കാര്യം പറയുന്നതിനെക്കാട്ടി കൂടുതൽ പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ നീക്കിയത്. അപ്പോൾ അതായിരുന്നു പിന്നീട് ഇറാൻ ഉണ്ടായ വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. ഈ ആക്രമണം നടത്തി ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലും ചിന്തിക്കാവുന്നതിനപ്പുറത്തേക്ക് ഓരോരോ മിസൈലുകൾ, ഈ പറയുന്നത് പോലെ തന്നെ ക്ലസ്റ്റർ ബോംബുകളൊക്കെ അവർ വികസിപ്പിച്ചെടുത്ത സാധനങ്ങളാണ്. അതും എടുത്തു നോക്കുകയാണെങ്കിൽ ഈ അമേരിക്ക കോടിക്കണക്കിന് മണിക്കൂറുകളിൽ കോടിക്കണക്കിനുള്ള രൂപ ചെലവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ വളരെ ചെലവ് ചുരുക്കി ചെയ്യുന്ന അവർ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഇത്തരം ബോംബുകൾ പുറത്തിറക്കും. ഓരോ ദിവസവും ഓരോരോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാൻ പരിചയപ്പെടുത്തുന്നത് ലോകത്തിന് മുന്നിൽ. അപ്പൊ ഇത്തരം നീക്കങ്ങളൊക്കെ ഇറാൻ വളരെ ചെലവ് ചുരുക്കിയും വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചും കൊണ്ടുവരുമ്പോൾ അത് ഈ പറയുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും വളരെ പ്രഹരമാണ്. അതാണ് ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ലോകം, നമ്മൾ ഇന്ത്യ ഉൾപ്പെടെ ചെറിയ തോതിൽ ഒരു പ്രതിസന്ധി അനുഭവപ്പെട്ടെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്, ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ബന്ധം വെച്ചിട്ട്. പക്ഷെ എങ്കിലും ഈ യുദ്ധം കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയാണെങ്കിൽ ലോകം മൊത്തം ഒരു സ്തംഭിക്കുന്ന രീതിയിലോട്ടുള്ള ഒരു നീക്കം ഈ ഇറാൻ എടുത്തിട്ടുണ്ട്. അത് വളരെ ബുദ്ധിപരമായിട്ട് എടുത്തൊരു നീക്കമാണ്. കാരണം ആ നീക്കം വരുമ്പോഴത്തേക്ക് മറ്റുള്ള ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് ഈ പറയുന്ന ഇസ്രയേലും അമേരിക്കയും വഴങ്ങേണ്ടി വരും. അപ്പൊ ഏകദേശം അമേരിക്കയും ഇസ്രയേലും ഒരു തോറ്റ് ഇറാന്റെ മുന്നിൽ അടിയറവ് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതെ, അപ്പൊ ഈ ഹോർമൂസ് കടലിടുക്കിനെ പറ്റി പറയുന്ന അത് പറയുമ്പോഴാണ് നമുക്കറിയാം 20 മുതൽ 25% വരെ എണ്ണ വ്യാപാരം നടക്കുന്നത് ഈ വളരെ ചെറിയ ഇടുങ്ങിയ ഒരു കടലിടുക്കിലൂടെയാണ്. അപ്പോൾ എണ്ണ വ്യാപാരത്തിന്റെ 125% വിലവർധനവാണ് ബാരലിന് ഉണ്ടായിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു രോഷം ജനങ്ങൾക്കിടയിലും രാജ്യങ്ങൾക്കിടയിലും വളർന്നു വരുന്നുണ്ട്. അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള വലിയ വലിയ രോഷങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ട്രംപിനെതിരായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ട്രംപ് എന്ന് പറയുന്നത് നമുക്കറിയാം, അയാളൊരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം ഒരു ബിസിനസ്മാൻ ആണ്. അപ്പോൾ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ പിടിച്ചെടുത്തിട്ടുണ്ട്, അത് കടത്തിക്കൊണ്ടുവരാം. ആ ഒരു രീതിയിലൊക്കെയായിരുന്നു യുദ്ധം തുടങ്ങുമ്പോൾ ഹോർമുസ് കടലിടുക അടക്കം സ്വാഭാവികമായിട്ടും എണ്ണയ്ക്ക് വില കൂടും. അപ്പോൾ ഈ വെനസ്വേലൻ എണ്ണ വിൽക്കാം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു. പക്ഷെ ഇങ്ങനെ കാര്യങ്ങൾ മാറി മറിയുമെന്ന് ഒരിക്കലും ട്രംപ് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ സ്റ്റോറികളിൽ ഞാൻ ട്രംപിനെ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മാനിപ്പുലേറ്റിംഗ് കിങ് എന്ന് പറയുന്നത്. തീർച്ചയായും അങ്ങനെയാണ്. മാനിപ്പുലേഷൻ ആണ് പുള്ളിയുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത്. അതില് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകം ഇത്രയേറെ വില കൽപ്പിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് എന്ന് യാതൊരു
അങ്ങനത്തെ ഒരു ഉളുപ്പമില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തി. എന്തും ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയാം, അല്ലെങ്കിൽ പറയാത്ത പോലെ ഇരിക്കാം, കേൾക്കാത്ത പോലെ പക്ഷെ ഇത് സ്വന്തം രാജ്യത്ത് ഒരു പ്രശ്നമായിട്ട് മാറും. കാരണം ഈ പറയുന്ന നവംബറിൽ അവിടെ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അല്ല, അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ തന്നെ അസ്വസ്ഥരാണ്. പലപ്പോഴും അവരുടെ ജീവിത കോസ്റ്റ് ഓഫ് ലിവിംഗ് തന്നെ അവിടെയും കൂടിയിട്ടുണ്ട്. ഇത്തരം ഈ യുദ്ധത്തിന്റെ എഫക്ട് എല്ലായിടത്തും ബാധിക്കും. അവർക്കും താല്പര്യമില്ല. കാരണം ഈ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഞങ്ങൾക്ക് സെനറ്റ് അംഗങ്ങൾ പോലും അവിടെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ചോദിക്കുന്നത്, ഇറാൻ പോലത്തെ ഒരു രാജ്യത്തേക്ക് അവരൊരിക്കലും നമ്മളെ വന്ന് ആക്രമിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടൊരു വീഡിയോയില് അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധം നേരിട്ട് ചാനലുകളോട് പറയാണ്, എന്തിനാണ് ഈ ഒരു യുദ്ധം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും കാര്യം നടത്താനായിരുന്നെങ്കിൽ നയതന്ത്രപരമായ ചർച്ചകളിലൂടെ ആവാമായിരുന്നു. ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് എങ്ങനെ ഇസ്രായേൽ വന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് ഇസ്രായേലും ഈ പറയുന്ന പോലെ തന്നെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജനശ്രദ്ധ ഒന്ന് മാറ്റിപ്പിടിക്കാൻ, അതായത് ആ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടി മറ്റ് സാധാരണക്കാരായ ജനങ്ങളെ കുരുതി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആദ്യം ലോകം ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഇറാന് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ പോകെ പോകെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി എന്തിനാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു യുദ്ധത്തിന് ഇത്രയേറെ മുറവിളി കൂട്ടിയത്, യുദ്ധം എന്തിനാണ് നടത്തിയത്. അപ്പൊ അവിടുത്തെ ജനങ്ങൾ ഇപ്പൊ ഇറാനിലെ ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവരിപ്പോ സ്വന്തം നാട്ടിലെ ആഭ്യന്തര കലാപം അടിച്ചമർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അവർ ചോദിക്കുന്നത്, നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയം എന്തിനാണ് ഇത്ര രീതിയിൽ വഷളാക്കിയത്. ഓരോ ജീവനും വിലയുള്ളതല്ലേ. ഇപ്പൊ ഇസ്രായേലിലെ ജീവനും പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഒരിക്കലും നേരത്തെ പറയുന്നത് പോലെ മുകളിൽ കൂടി കാറ്റടിച്ചപ്പോ തളർന്നു വീണു എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടായിട്ട് അവിടെ മരണമുണ്ടായി എന്നൊരിക്കലും അവർ പറയുന്നില്ല. വേറൊരു കാര്യമുണ്ട്, ഇവര് ഇത് മറച്ചു വെക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ സൈനികർക്കും അവിടുത്തെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നാശനഷ്ടം സംഭവിച്ചാലും ഇറാൻ അതിനെ സമ്മതിക്കുന്നുണ്ട്. കാരണം അത് ഇറാൻ തുറന്നു പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ ഈ പറയുന്നത് പോലെ തന്നെ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, ഇത്ര കുട്ടികളെ കൊന്നു, അതായത് അവരുടെ സ്കൂളുകളിലേക്ക് ആക്രമണം നടത്തി. ഈ കുട്ടികൾ മരിച്ച സമയത്ത് പോലും ഈ പറയുന്ന ഇറാൻ അങ്ങനെ ഒരു സംഭവം മാറ്റി വെച്ചിട്ടില്ല. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം, ഈ കുട്ടികൾ അവിടെ കൊല്ലപ്പെടുന്നു, ഈ പറയുന്ന അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു. പക്ഷെ ഇത്തരം ആളുകളെ ഈ വധിക്കുന്നതിലൂടെ തളർത്താമെന്ന് ഇറാനെ കരുതിയെങ്കിൽ ഈ പറയുന്ന തെറ്റ്. ഇറാൻ എന്ന് പറയുന്നത് എപ്പോഴും സ്വന്തം പരമാധികാരത്തിന് വേണ്ടി, സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നതാണ്. അവർക്ക് അവിടെ നുണ പറയേണ്ട ആവശ്യമില്ല. ഒരിക്കൽ പോലും അവർ ഒരു നുണയും പറഞ്ഞിട്ടില്ല. എപ്പോഴും നിലപാടുകൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അവര്. അയത്തുള്ള അലി ഖമേനി മരിക്കുന്നത് വരെ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല ഇത് ഇത്ര രീതിയിൽ ആക്രമിക്കും. അയത്തുള്ള അലി ഖമേനി എവിടെയാ മരിച്ചെന്നും കൂടി ജനങ്ങൾക്കിടയിൽ നിന്നാണ് അദ്ദേഹം ഈ പറയുന്നത്. ബംഗറിൽ ഒളിച്ചിരുന്ന ആരായിരുന്നു? ഈ പറയുന്ന നെതന്യാഹുവിന് വലിയൊരു സുരക്ഷ ഒരുക്കി ബംഗറിലായിരുന്നു. ബംഗറിൽ ഇരുന്ന് ചർച്ചകൾ നടത്തുന്നു, പ്ലാനിങ്ങുകൾ ചെയ്യുന്നു. കാരണം അത്രയും പേടിയുണ്ട്. ഇന്നും ഇതുപോലെ തന്നെ പേടിയാണുള്ളത്. കാരണം ഇന്ന് രാവിലെ ഞാനൊരു ന്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ് ഈ പറയുന്നത് പോലെ തന്നെ ബ്രിട്ടനിലേക്ക് സുരക്ഷ ഒരുക്കിയ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ മറ്റു രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു മാറി. അല്ല, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന ഒന്നുമല്ല എന്ന് പറയുന്ന ഇറാൻ ഇതുവരെ ഒരു രാജ്യത്തിനോടും പോയി ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടില്ല. പക്ഷെ അതിന് അപ്പുറവശത്ത് ലോക പോലീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലോകശക്തി എന്നറിയപ്പെടുന്ന അമേരിക്ക കൂട്ടിനുണ്ടായിട്ട് പോലും നെതന്യാഹുവിന് മറ്റു രാജ്യങ്ങളോട് കാലു പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്. അമേരിക്ക കൂടുള്ളത് വലിയ ഗുണമുള്ള അല്ല, അതിപ്പോ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോ ഇത്രയും വലിയ കൂട്ടുകാരൻ അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോഴും മറ്റു രാജ്യങ്ങളുടെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, എന്താ പറയാ, ഷൂ നക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോയി എന്ന് പറയുമ്പോൾ അത്രയും ശോചനീയമാണ് കാര്യങ്ങൾ. ഒരിക്കലും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാനെ തോൽപ്പിക്കാം എന്നൊരു ധാരണ ഉണ്ടായിരുന്ന ധാരണയൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട്. ആ ഒരു ധാരണ ഇപ്പം നടക്കില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇനി എങ്ങനെ ഇത് അവസാനിപ്പിക്കാം? പക്ഷെ അവസാനിപ്പിച്ചാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലനിൽപ്പ് അപകടത്തിലാകും എന്നുള്ളതുകൊണ്ട് അത് അവസാനിപ്പിക്കാനും പറ്റുന്നില്ല. ഇറാനൊട്ട് ഒരു സമാധാന മാർഗത്തിൽ, അല്ലെങ്കിൽ ഒരു മറ്റു ഉടമ്പടികൾക്കൊന്നും ഇറാൻ സമ്മതിക്കുന്നില്ല. എന്താണോ അടിച്ചു തന്നെ തീർക്കാമെന്ന നിലപാടിൽ ഇറാൻ നിൽക്കുകയാണ്. അതായത് ഇറാൻ ഒരിക്കലും തളരുന്നില്ല, അവരുടെ ശക്തി കുറയുന്നില്ല. കാരണം അവർക്ക് ഇപ്പൊ ഈ മരണങ്ങൾ സംഭവിച്ച, അല്ലെങ്കിൽ അവരുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം അവരത് ഏത് നിമിഷവും പോകണമെങ്കിൽ പോട്ടെ, ജീവൻ ഒക്കെ ഞാനിത് ത്യജിച്ച് ഞാൻ ഇതിലൊരു സാക്ഷിയാവാം എന്നുള്ളൊരു രീതിയിലേക്ക് അവർ കാര്യങ്ങൾ വെക്കുക. കാരണം അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവിടുത്തെ ഓരോ ജനതയും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അമേരിക്കയിലും ഇസ്രായേലിലും നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കൂലിപ്പട്ടാളമാണ് അവർ, ജോലി ചെയ്യുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അവരുടെ രാജ്യത്തിന്റെ
നിലനിൽപ്പിന് വേണ്ടി അതൊരു വലിയ കാര്യമാണ് എന്ന ബോധ്യത്തിലാണ് അവരിത് ചെയ്യുന്നത്. പക്ഷെ ഈ മാനിപ്പുലേറ്റിംഗ് കിങ് അവിടെ ഈ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇറാനിൽ ഇതിനു മുമ്പ്. അപ്പം അവിടുത്തെ ഈ പറയുന്ന സർക്കാരിനെതിരെയും ഒക്കെ ചെറിയൊരു വിരുദ്ധത ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കും എന്ന് കരുതി. പക്ഷെ അവിടെയാണ് തെറ്റിപ്പോയത്. ഇവരാദ്യം ഈ പറയുന്ന ആക്രമണം തൊടുത്തുവിട്ടത് ഒരു സ്കൂളിലേക്കാണ്. ഒരിക്കലും ക്ഷമിക്കത്തില്ല. എപ്പോഴും ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മളുടെ വീട്ടില് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മളെ വീടിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലൊരാളെ പറ്റി മോശമായിട്ട് പറയാൻ നമ്മൾ സമ്മതിക്കാറില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ട്രംപിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ട് ഈ ഒരു യുദ്ധത്തെ പറ്റി പറയാൻ പറ്റുന്നത്. അപ്പൊ പറയുന്നത് പോലെ തന്നെ ഈ ട്രംപിന്റെ കാര്യം എന്ന് പറയുന്നത്, ട്രംപ് എപ്പോഴും കള്ളം പറയുന്ന ഒരു കള്ള പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതെ, കാരണം മിനിറ്റിനാണ് ട്രംപിന്റെ ഒറ്റ ഒരു ദിവസത്തെ എടുക്കുക. അതായത് ഈ മൂന്നാം ഘട്ട ചർച്ചയൊക്കെ നാലാം ഘട്ട ചർച്ച നടക്കാതിരിക്കുകയാണ് ഈ ആക്രമണം നടന്നത്. അമേരിക്ക അനുമതി കൊടുത്ത് ഇസ്രായേൽ ഒരു കാര്യമില്ലാതെ ഇറാനെ പോയി അടിച്ച് ഇപ്പം രണ്ടുപേരും കരഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ പ്രശ്നം ഭയങ്കരമായിട്ട് വഷളായ സമയത്ത് ഈ പുടിൻ വിളിച്ചിട്ട് അമേരിക്കയ്ക്ക് ഒരു താക്കീതൊക്കെ കൊടുത്തു. ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് പൊടുന്നനെ ഒരു മൈൻഡ് മാറിയിട്ട് ഈ ട്രംപ് വന്നിട്ട് പറഞ്ഞ് ഇനി അങ്ങനെ പ്രകോപനങ്ങളൊന്നുമില്ല, യുദ്ധമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാറ്റി പറഞ്ഞു. അന്നേരം ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പം നിങ്ങൾ യുദ്ധം തുടങ്ങുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് ഞാൻ ചുമ്മാ തൽക്കാലത്തിന് വേണ്ടി പറഞ്ഞ യുദ്ധമുണ്ട് എന്നുള്ളത്. ആണവ നിലയം അടിച്ചതിന് ശേഷം തിരിച്ച് പ്രത്യാക്രമണം ഉണ്ടായ സമയത്ത് ഡിമോണയിലെ ഒരു ആണവ കേന്ദ്രം തന്നെയാണല്ലോ തിരിച്ചടിച്ചത്. ആ സമയത്ത് ട്രംപ് പറഞ്ഞതാണ് ഇസ്രായേൽ അടിച്ചത് ഇത്രയും വലിയൊരു ആക്രമണം നടത്തുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ രീതിയിൽ ഇനി തിരിച്ചടിക്കരുത് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ട്രംപിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇറാൻ ആക്രമിക്കണം. അതെങ്ങനെ സാധ്യമാവും? അല്ല, ട്രംപിന് എപ്പോഴും അതാണ് മോഹം. കാരണം അവരുടെ രാജ്യത്ത് പോയി എനിക്ക് ഭരിക്കണമെന്ന് പറയുന്ന ട്രംപിന്റെ മോഹങ്ങൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ. അതെ, പക്ഷെ പല ഘട്ടങ്ങളിലും ട്രംപും അമേരിക്കയും ഇസ്രായേലും തോറ്റു പിന്മാറുന്ന നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ ലോക പോലീസാണ്, അങ്ങനെ പെട്ടെന്നൊന്നും തോറ്റു തരാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ധാരണയിൽ നിൽക്കണം. ഏതെങ്കിലും സോൾവ് ആയി പോയാൽ ഈ ലോക പോലീസ്, ലോകശക്തി എന്ന് പറയുന്ന ഈ അമേരിക്കയുടെ ഈ ഒരു പൊള്ളയായിട്ടുള്ള കാര്യം ഇപ്പൊ ജനങ്ങൾ ഫുള്ള് കണ്ട്. കാരണം അവരാണ് ഇത്രയും നാള് എതിർപ്പ് ഇവർക്ക് ഉണ്ടാവുമെന്ന് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. ഇത് ഒരു 24 മണിക്കൂറിൽ 48 മണിക്കൂറിലൊക്കെ ഒതുക്കി തീർക്കാം എന്നൊരു രീതിയിലാണ് യുദ്ധം ആരംഭിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കൂടിപ്പോയാൽ 4 ആഴ്ച എന്ന് കരുതിയിരുന്നെടുത്താണ് ഒരു തളർച്ചയും ഇല്ലാതെ ഇറാൻ ഇങ്ങനെ ഇനിയും വന്നോളൂ, ഞങ്ങൾ റെഡിയാണെന്നുള്ള രീതിയിൽ അടുത്ത വെപ്പൺ ഏതാണ് എടുക്കേണ്ടതെന്ന് അടുത്ത പ്രാവശ്യം ഒരുപക്ഷെ ട്രംപിന് ഒരു ഓപ്ഷൻ കൊടുത്തേക്കാം. ആ രീതിയിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. അപ്പൊ അവിടെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയത്. ഇതെല്ലാം നടക്കുമ്പോഴും ഹിസ്ബുള്ള അടുത്തുണ്ട്. ഹിസ്ബുള്ള വേറൊരു അറ്റാക്ക് ഈ പറയുന്ന ഇസ്രായേലിലേക്ക് നടത്തുന്നുണ്ട്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരടി അങ്ങോട്ട് കൊടുത്തതേ അറിയൂ, പിന്നെ തിരിച്ച് എവിടെ നിന്നൊക്കെ അടി കിട്ടുന്നെന്ന് അറിയാത്ത ഒരവസ്ഥയാണ്. ഇപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം പല പ്രശ്നങ്ങളാണ്. ഹമാസ് ബന്ദികളെ പൂർണ്ണമായിട്ടും വിട്ട് കിട്ടിയിട്ടില്ല ഇപ്പോഴും. അപ്പോ സ്വന്തം രാജ്യത്തെ സ്വന്തം ജനങ്ങളെ രക്ഷിക്കാൻ പറ്റാത്ത ഒരാൾ എന്തിനാണ് അന്യ രാജ്യത്ത് പോയിട്ട് തല്ലുപിടിക്കുന്നതെന്നാണ് ഇപ്പൊ ജനങ്ങൾ ചോദിച്ചത്. തികച്ചും ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ? നമ്മളുടെ രാജ്യം, നമ്മളുടെ ഭരണകർത്താവ് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ജനങ്ങളെ കുരുതി കൊടുത്ത് അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തി, അവരുടെ സ്വത്ത് നഷ്ടപ്പെടുത്തി, എന്നിട്ട് എനിക്ക് നിലനിൽക്കാൻ, എനിക്ക് ഈ പ്രസിഡന്റായിട്ട് ഇങ്ങനെ നിൽക്കാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് ഇങ്ങനെ നിൽക്കാൻ ഉള്ള ശക്തിക്ക് വേണ്ടിയിട്ട് എന്റെ ജനങ്ങളൊക്കെ മരിച്ചോളൂ എന്ന് പറയുന്നത് ഏത് ഭരണാധികാരിക്ക് ചേരുന്ന ഒരു നയമാണ്. അപ്പൊ ട്രംപിന്റെ ഒരു കാര്യം പറഞ്ഞാലും ഇങ്ങനെ തന്നെ. കാരണം അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് നെറുകെട്ട കളിയും കളിക്കാം എന്നുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണല്ലോ ഇത്രത്തോളം ഈ പറയുന്ന ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്, തിരിച്ച് ഇസ്രായേൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. വേറെ രാജ്യങ്ങളൊന്നും ഇവരുടെ ഈ കൂട്ടുകെട്ടിനിടയിൽ വരാത്തതിന്റെ കാരണം അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. പക്ഷെ ഇവർക്ക് എപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമില്ല. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് രണ്ടുപേരും ഇപ്പൊ പെട്ട് ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം ദിവ്യ തന്നെ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തായിരുന്നു ഈ പറയുന്ന ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഈ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ കുറച്ച് അല്ലെങ്കിൽ ഈ ജനവാസ മേഖലകൾ അല്ലെങ്കിൽ ജനങ്ങളെ ദുസ്സഹമാക്കുന്ന രീതിയിലൊന്നും ഇറാൻ പ്രതികരിച്ചില്ല. പക്ഷെ ഇറാന്റെ നിലപാട് കടുപ്പിച്ചതോടെ അല്ലെങ്കിൽ ആ ഒരു മാറ്റം വന്നതോടെ ഇറാൻ പിന്നെ ലോകരാജ്യങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളോ അങ്ങനെ ഒന്നും നോക്കുന്നില്ല. ഇങ്ങോട്ട് എങ്ങനെ കിട്ടുന്നോ അതിനിരട്ടി അങ്ങോട്ടേക്ക് കൊടുക്കുക എന്നൊരു മാറ്റത്തിലൂടെയാണ് ആക്രമണം നടത്തുന്നത്. അതാണ് ഇസ്രായേലിലെ കെട്ടിടങ്ങൾ ഓരോ സമയത്തും ഓരോ
സ്ട്രാറ്റജി അവർ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ തുറന്നടിക്കുകയല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലസ്റ്റർ ബോംബുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, സ്വാൻ ഡ്രോമുകൾ, അങ്ങനെ ഓരോ സമയത്തും ഓരോരോ മാർഗങ്ങളാണ് അവർ അവലംബിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ആദ്യമൊക്കെ ശാന്തരായിരുന്നിട്ട് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ നോക്കി. പക്ഷെ അതല്ല, ഇവർ തിരിച്ച് ആ മാന്യത പുലർത്തുന്നില്ല എന്ന് കണ്ടപ്പോ എന്താണോ ഇവർക്ക് കിട്ടുന്നത് അതേ രീതിയിൽ തിരിച്ചടിക്കുകയാണ് ഇപ്പൊ. കണ്ണിന് പകരം കണ്ണ്, അങ്ങനെ. ഇനിയുള്ള നിമിഷങ്ങൾ വളരെ നിർണായകമാണ്. കാരണം ഈ പറയുന്ന അമേരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിങ്ങളുടെ ഈ മേഖലകൾ ഞങ്ങള് ആക്രമിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴത്തേക്കും ഇറാൻ പറഞ്ഞത് എങ്കിൽ പിന്നെ ഹോർമസ് പൂർണ്ണമായിട്ടും അടച്ചിടും. അങ്ങനെയാണെങ്കിൽ ലോകം മൊത്തത്തിൽ ഇരുട്ടിലാകും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, അല്ലെങ്കിൽ തന്നെ ഈ പറയുന്നത് പോലെ തന്നെ അവര് മുട്ടുകുത്തി ഏകദേശം. മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥ. നമുക്ക് സ്ഥിരമായിട്ട് പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ഈ പാശ്ചാത്യ മാധ്യമങ്ങളെ ഒരു പരിധിക്കപ്പുറം മറ്റു മാധ്യമങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പിന്തുണയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് വാസ്തവം എന്ന് നമുക്ക് ഒരിക്കലും ധരിക്കാൻ പറ്റില്ല. അതിനപ്പുറം മറ്റ് മാധ്യമങ്ങൾ കൂടി പരിശോധിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇറാന് മുന്നിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും മുട്ടുകുത്തി എങ്ങനെയെങ്കിലും ഒന്ന് ഉരുത്താ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റുള്ള മാധ്യമങ്ങൾ നോക്കുമ്പോൾ അവിടുത്തെ നേതാക്കളെല്ലാം മരിക്കുന്നതേ കാണുന്നു. തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന പ്രഹരോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളോ അവിടെ ഉള്ളവർ ഇറാന് താല്പര്യമില്ല. ഇറാന് പറയാനുള്ള സമയമില്ല, പ്രവർത്തിക്കാനുള്ള സമയമുള്ളൂ. മറ്റവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പറയുന്ന അമേരിക്കയുടെ ഒക്കെ നാശനഷ്ടങ്ങൾ അങ്ങനെ എല്ലാം ഒന്നും പുറത്തു വിടത്തില്ല. അവിടെ ഈ പറയുന്നത് പോലെ തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും ഇത് പുറത്ത് പറയാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് പോലും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇറാനിൽ അങ്ങനെയല്ല, അവിടെ എല്ലാം പബ്ലിക്കാണ്. ഒരു ഒളിവോ മറവോ ഒന്നുമില്ല, എല്ലാം ട്രാൻസ്പെറന്റ് ആണ്, എല്ലാവർക്കും കാണാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്നുള്ളൊരു ചോദ്യമാണ് നിൽക്കുന്നത്. കാരണം പശ്ചിമേഷ്യ നമ്മളുടെ രാജ്യത്തും ചെറിയ തോതിൽ ഒരു പ്രതിസന്ധി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ വലിയ പ്രശ്നമില്ലെങ്കിലും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മലയാളികളടക്കം നിരവധി പേരോടെ മലയാളികൾ പോലും ഓരോ ജീവനും വിലപ്പെട്ടത്. അതെ. അപ്പൊ യുദ്ധം എന്തായാലും വളരെ സമാധാനപരമായി അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും ഒരു പരിധി ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും. ആ പരിധി ലംഘിക്കുന്നതുകൊണ്ടാണ് ഇറാൻ ഈ ഒരു രീതിയിൽ തിരിച്ചു പ്രതികരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ യുദ്ധം അവസാനിക്കുന്നത് എന്നാന്ന് നോക്കിയിരുന്ന് കാണാം.